ലഹരിക്കെതിരെ നോ ടു ഡ്രഗ്സ് സന്ദേശമുയർത്തി ആലുവയിൽ സംഘടിപ്പിച്ച കൂട്ടനടത്തം ശ്രദ്ധേയമായി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി നിർമ്മാർജ്ജന സമിതി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ കൂട്ടനടത്തം സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് കെ അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ ആലുവ MLA അൻവർ സാദത്ത് കൂട്ടനടത്തം ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി നിർമ്മാർജ്ജന സമിതി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ കൂട്ടനടത്തം ശ്രദ്ധേയമായി. നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം ആലേഖനം ചെയ്ത വെള്ള ടീഷർട്ട് ധരിച്ചാണ് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നത്. ഗാന്ധി സ്ക്വയറിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ MLA അൻവർ സാദത്ത് കൂട്ടനടത്തം ഫ്ളാഗ് ഓഫ് ചെയ്തു. പഴയ തലമുറയെ കാർന്നു പുതിയ തലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് ലഹരി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് പോകുന്ന രാസലഹരിയാണ്. കഞ്ചാവ്, MDMA അങ്ങനെയുള്ള ക്യാമ്പ്, അങ്ങനെയുള്ള രാസലഹരികൾ ഇന്ന് തലമുറകളെ വലിയ ബാധിക്കുകയാണ്. നമുക്കറിയാം, പണ്ടെല്ലാം നമുക്കറിയാം യുദ്ധങ്ങൾ നമ്മുടെ നാടിനെയും രാജ്യത്തെയും നശിപ്പിക്കുന്നു. പക്ഷെ ഇന്ന് ഒരു രാജ്യത്തെ തലമുറയെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ, ലഹരി അല്ലെങ്കിൽ രാസലഹരിയാണ്, മറ്റു ലഹരിയല്ല. നമുക്കറിയാം, അത് രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ കേരളത്തിൽ അതൊഴുകി അത് പുതിയ തലമുറയെ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ പഴയ തലമുറ ഉപയോഗിച്ചാൽ ഈ രാജ്യം നശിച്ചു പോകും. അതാണ് നമുക്ക് പറയാൻ പ്രധാനമായിട്ടുള്ളത്. കാരണം പുതിയ തലമുറ അവരുടെ ആ യൗവനകാലം ഈ രാജ്യത്തിനും സമൂഹത്തിനും തന്റെ കുടുംബത്തിനും വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അല്പനിമിഷത്തെ ആസ്വദിക്കാൻ വേണ്ടി, ആസ്വദിക്കൽ ഏറ്റവും കൂടുതൽ 1 മാസം 2 മാസം വരെ നിൽക്കും. പിന്നീട് അവന്റെ ജീവിതം ഇല്ലാതായി പോകുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ രാസലഹരിക്കെതിരെ നമുക്ക് ശക്തമായി പോരാടണം. ജില്ലാ പ്രസിഡന്റ് കെ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. മയക്കുമരുന്നിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും ആഭ്യന്തര വകുപ്പിന്റെ നടപടികൾക്ക് ജനങ്ങളിൽ നിന്ന് അഭൂതപൂർവമായ പിന്തുണ ലഭിച്ചു വരുന്നതായും MLA പറഞ്ഞു. ലഹരി മാഫിയയുടെ വേരറുക്കാതെ സർക്കാർ പിന്നോട്ടില്ലെന്നും അയൽ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് ലഹരിവേട്ട കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനം വലിയ മുന്നേറ്റമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബാങ്ക് കവലയിൽ സമാപിച്ച പൊതുസമ്മേളനത്തിൽ LNS സംസ്ഥാന ട്രഷറർ MKA ലത്തീഫ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സംസ്ഥാന സെക്രട്ടറി നവാസ് മുല്ലത്ത്, പരീദ് വലിയപറമ്പിൽ, ജില്ലാ ട്രഷറർ അക്സർ മുട്ടം, ഹാഷിം MS, സലിം എടയപ്പുറം, അബ്ബാസ് മുപ്പത്തടം, സത്താർ പുക്കാട്ട്, സെയ്ദ് മുഹമ്മദ് MA, അലി വെള്ളാഞ്ഞി, CK കമറുദ്ദീൻ, അസ്മ നൂറുദ്ദീൻ, ജനറൽ സെക്രട്ടറി നാസൽ മുട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡല അടിസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പേപ്പർ ഐക്യദാർഢ്യ സംഗമവും റാലിയും നടത്തവും പരിപാടികളും സംഘടിപ്പിക്കുകയും ലഹരി നിർമ്മാർജ്ജന സമിതി ഏതാണ്ട് 17 വർഷക്കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ പരിപാടികളും ഈ ഗവൺമെന്റ് അംഗീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്ത. ഈ നാട്ടിലെ പാവങ്ങളായ ആളുകൾ അവരുടെ വീടുകളിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ മദ്യമാഫിയ കേരളത്തെ മുറുക്കി പിടിക്കുമ്പോൾ അതിനെ തുരത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായി ഗവൺമെന്റ് മുൻപോട്ട് വന്നപ്പോൾ അതിന് പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ പൊതുസമൂഹത്തിനും കേരളം നല്ല നിലക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും ആഗ്രഹിച്ചു പോകുന്ന ഒന്നാണ്. KB കമാലുദ്ദീൻ, KM അബ്ദുൽ ഖാദർ, മുഹമ്മദ് അലി തോട്ടത്തിൽ, അഷ്റഫ് കോമ്പാറ, അബ്ദുൾ റൌഫ് കുട്ടമശ്ശേരി, ഷമീർ ചേലക്കുളം, അബ്ദുക്കുഞ്ഞ കുന്നുകര, മുസ്തഫ വെളിയത്തുനാട്, ബാബു ചാലയിൽ, അഷ്റഫ് നൊച്ചിമ, മുഹമ്മദ് PB, സുഫീർ ഹുസൈൻ, ഷഫീർ കുന്നുകര എന്നിവർ കൂട്ടനടത്തത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ആലുവ. സ്നേഹം പൊന്നണിയട്ടെ. 7's ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.